4 ദിവസമായി വെള്ളം കിട്ടാതെ തലസ്ഥാന നഗരം ബുദ്ധിമുട്ടുന്നു. ജനങ്ങൾ നഗരം വിടുന്നു. ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നില്ല. വീട്ടിൽ പാചകം ചെയ്യാൻ പോലും വെള്ളമില്ല. ദുരിത നഗരം. തുടർച്ചയായി 3 ദിവസം ശുദ്ധജലം മുടങ്ങിയതോടെ ടാങ്കറിൽ വെള്ളം എത്തിക്കാൻ നഗരവാസികൾ മുടക്കിയത് വൻ തുകയാണ്. 500 ലിറ്ററിന്റെ ടാങ്കിന് 1500 മുതൽ 2000 രൂപ വരെ നൽകേണ്ടി വന്നു. ശുദ്ധജല വിതരണത്തിന് കോർപ്പറേഷൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആവശ്യക്കാരുടെ എണ്ണം കൂടിയതോടെ അനധികൃതമായി വെള്ളം വിൽക്കുന്നവർ രംഗത്തിറങ്ങുകയായിരുന്നു. സ്വന്തം ടാങ്കറുകൾക്ക് പുറമെ 25 ടാങ്കർ ലോറികൾ വാടകയ്ക്കെടുത്താണ് കോർപ്പറേഷൻ ശുദ്ധജല വിതരണം നടത്തിയത്. 5, 6 തീയതികളിൽ ജലവിതരണം മുടങ്ങുമെന്നായിരുന്നു ജല അതോറിറ്റിയുടെ അറിയിപ്പ്. ഇതനുസരിച്ച് ആവശ്യത്തിന് വെള്ളം ജനം ശേഖരിച്ചിരുന്നു. എന്നാൽ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും വെള്ളം കിട്ടാതായതോടെ ജനം നെട്ടോട്ടത്തിലായി. ചിലർ വീട് പൂട്ടി സ്വന്തം നാടുകളിലേക്ക് പോയി. മറ്റു ചിലർ നഗരത്തിന് പുറത്ത് അഭയം തേടി. ഇതിനൊന്നും മാർഗമില്ലാത്തവരാണ് വൻ തുക മുടക്കി ടാങ്കർ വെള്ളത്തെ ആശ്രയിച്ചത്. മേയർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിവുണ്ടാകില്ല. ആരോ കൊണ്ടുവന്ന സാധനങ്ങൾ ആരൊക്കെയോ ചേർന്ന് ലോറിയിൽ കയറ്റിവിട്ട എണ്ണമെടുത്ത് MLA ആയ ഒരു ബ്രോ ഉണ്ടായിരുന്നു. ആ ബ്രോ ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. നഗരജീവിതം ദുരിത ജീവിതം. സംസ്ഥാന നഗരഭരണം കൈയാളുന്ന പാർട്ടിയുടെ യുവജന സംഘടനകൾക്ക് ആമസോണിൽ തീ പിടിച്ചാലോ വെള്ളം പൊങ്ങിയാലോ വിഷമം ഉണ്ടാകും. ഇന്ന് ആ പാർട്ടി ഭരിക്കുന്ന ഭരണകൂടങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾക്ക് ആർക്കും വേവലാതിയില്ല. ഗതികെട്ട ഭരണം.